മെലഡി റൗണ്ട് ആണ് വരാൻ പോകുന്നത്. നല്ലൊരു മെലഡി സോങ്ങുമായിട്ട് മൈഥിലി കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം മൈഥിലി ഓൺ സ്റ്റേജ്. ഇത് ഏത് കോലത്തെ തമ്പുരാട്ടിയാ? തമ്പുരാട്ടി. ഹായ്. ഹലോ. ഇത് എവിടുത്തെ തമ്പുരാട്ടിയത്? എവിടുത്തെ തമ്പുരാട്ടിയല്ല, പിന്നെ തിരുവാതിര കളിക്കാൻ ഈ വന്നത്. ടോപ്പ് സിംഗറിന്റെ തമ്പുരാട്ടിയാണ് ആ, അതെ. അല്ലേ? ഇപ്പൊ കണ്ടില്ലേ എന്തൊരു ചേലാണ്. അതെ, അതെ. ആഹാ. ഭയങ്കര ചേല കേട്ടോ. അതെ, താങ്ക് യു. നല്ല ഐശ്വര്യം ഉണ്ട് കുട്ടിക്ക. അപ്പൊ ഏതാണ് പാട്ട്? പാതിരാ പൂച്ചൂടി. വാലിട്ട് കണ്ണെഴുതി. പാതിരാപ്പൂച്ചൂടി ആ പാട്ടാണോ? ആ, അതെ. ഓക്കെ, ഡീറ്റെയിൽസ്. സിനിമ മയിൽപീലിക്കാവ്, വർഷം 1998, സംഗീതം ബേണി ഇഗ്നീഷ്യസ്, പിന്നെ എഴുതിയത് എസ് രമേശൻ നായർ സാർ, പാടിയത് ചിത്രാമ്മ. അപ്പൊ സുന്ദരിക്കുട്ടി എന്തോ നന്നായി പാടണേ. പാടൂ. ഓക്കെ, All the best. All the best. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നീ വന്നല്ലോ പൂത്തുമ്പി, ഇളനീർ കുടങ്ങളിൽ കുളിരുണ്ടോ? പാതിരാ പൂജോടി മാലിട്ടു കണ്ണെഴുതി, പൂനിലാമുറ്റത്തു നീ വന്നല്ലോ പൂത്തുമ്പി, ഇളനീർ കുടങ്ങളിൽ കുളിരുണ്ടോ? കണ്ണെറിയും കാലത്ത് കനകം വിളഞ്ഞതും കവർന്നില്ലേ? കന്നിമഴപ്പാടത്ത് കണ്ണെറിയും കാലത്ത് കനകം വിളഞ്ഞതും കവർന്നില്ലേ? കാവലൊരു വില്ലല്ലേ, കാത്തിരുന്ന നാളല്ലേ, കഥകും ചാരല്ലേ, നീ ഉറങ്ങല്ലേ? പാതിരാ പൂജോടി മാലിട്ടു കണ്ണെഴുതി, പൂനിലാമുറ്റത്തു നീ വന്നല്ലോ പൂത്തുമ്പി, ഇളനീർ കുടങ്ങളിൽ കുളിരുണ്ടോ? അന്നലിട്ട പൊന്നുഞ്ഞാൽ ആടിയെത്തും നേരത്ത് അധരം കവർന്നതും മറന്നില്ലേ? അന്നലിട്ട പൊന്നുഞ്ഞാൽ ആടിയെത്തും നേരത്ത് അധരം കവർന്നതും മറന്നില്ലേ? മഞ്ഞുകൊണ്ട കൂടാരം, മാറിലൊരു പൂണാരം, മധുരം മായല്ലേ, നീ മയങ്ങല്ലേ? പാതിരാ പൂജോടി മാലിട്ടു കണ്ണെഴുതി, പൂനിലാമുറ്റത്തു നീ വന്നല്ലോ പൂത്തുമ്പി, ഇളനീർ കുടങ്ങളിൽ കുളിരുണ്ടോ? പാതിരാ പൂജോടി മാലിട്ടു കണ്ണെഴുതി, പൂനിലാമുറ്റത്തു നീ വന്നല്ലോ പൂത്തുമ്പി, ഇളനീർ കുടങ്ങളിൽ കുളിരുണ്ടോ? ഇളനീർ കുടങ്ങളിൽ കുളിരുണ്ടോ? ഇളനീർ കുടങ്ങളിൽ കുളിരുണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ് മോളെ. ഗുഡ് ഗുഡ്. തമ്പുരാട്ടി എന്തോ ഇങ്ങോട്ട് വന്നേ. അടുത്ത് വിളിച്ച എന്താണെന്നറിയോ? ഇടയ്ക്ക് ഒരു ഗ്ലൂം വന്നില്ലേ? ഉം. അത് സാരമില്ലെന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് ചില അൺഫോർച്ചുനേറ്റ് മൂമെന്റ്സ് ചിലപ്പോൾ വരും. അതങ്ങനെ കണ്ടാൽ മതി. അതിനെ മനസ്സിൽ നിന്ന് കളയുക. അങ്കിൾ കളഞ്ഞു, ആര്യക്കുട്ടി കളഞ്ഞു, മധുമാമനും കളഞ്ഞു. ഞാൻ എപ്പോഴേ കളഞ്ഞു. കേട്ടോ? അപ്പൊ അതിന് ടെൻഷൻ വേണ്ട. അതാണ് ഈ രണ്ടാമത്തെ ചരണം പാടിയില്ലേ, മനോഹരം, അതിമനോഹരം. Yes. ബ്യൂട്ടിഫുൾ. അന്നലിട്ട പൊന്നുഞ്ഞാൽ ആടിയെത്തും നേരത്ത് അധരം കവർന്നതും മറന്നില്ലേ? മഞ്ഞുകൊണ്ട കൂടാരം, മാറിലൊരു പൂണാരം, മധുരം മായല്ലേ, നീ ശബ്ദം
ഉണ്ടല്ലോ മീനുക്കുട്ടാ, ഈ പാട്ട് ശരിക്കും മോളെ വെച്ചാണോ റെക്കോർഡ് ചെയ്യപ്പെടേണ്ടി ഇരുന്നതെന്ന് തോന്നിപ്പോയി. ശരിക്കും ആ Glazed രീതിയിൽ അതെ 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 താങ്ക് യു വാസ് വെരി പ്ലീസിങ്. താങ്ക് യു. സോ സൂത്തിങ് ടു ദി ഇയേഴ്സ്. കാതിന് ഇതിനേക്കാളും തേന് കിട്ടാനില്ല. ആ രീതിയിലാണ് ആ രണ്ടാമത്തെ ചരണവും അവസാനത്തെ പല്ലവി, പിന്നെ താളം മാറ്റം ഉണ്ടല്ലോ, അതും നന്നായിട്ട് വന്നു. വാലിട്ടു കണ്ണെഴുതി പൂനിലാമുറ്റത്തു നീ വന്നല്ലോ പൂത്തുമ്പി ഇളനീർ കൂടങ്ങളിൽ കുളിരുണ്ടോ. ആ ഒരു മോമെന്റ് മാത്രമാണ് ഈ പാട്ടില് മോൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്ന് മോൾ വിചാരിക്കുന്നു. അതൊരു ബുദ്ധിമുട്ടല്ല എന്ന് നമ്മൾ പറയുന്നു, അല്ലേ മധു? തീർച്ചയായിട്ടും. യാ, അത് പറയാൻ വേണ്ടി മാത്രമാണ് മോളെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചത്. വിളിച്ചത്. അതെ. ഇപ്പൊ തമ്പ്രാട്ടി അവിടെ നിൽക്കൂ. പിന്നെ ഒന്ന് അടുത്ത് കാണാലോ തമ്പ്രാട്ടിനെ, അല്ലേ? അതെ, അതെ. ദൂരെന്നല്ലേ കാണുന്നത്? ആ മേക്കപ്പ് ഒക്കെ ശരിയാണോ? അതെ, മുടിയൊക്കെ അതെ. ശരിയായി കിട്ടിയിട്ടുണ്ടോ? വാലിട്ടത് വാലിട്ടത് ശരിയായോ? ശരിയായോ? സുന്ദരി ആയിട്ടുണ്ട് കാണാൻ. അതെ. അല്ല, നമ്മള് എനിക്കത് മനസ്സിലാവും. എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടുന്നു. ഉം. അങ്കിളിന് പല പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. ഒരുപാട് എഫേർട്ട് ഇട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ എന്തെങ്കിലും ഒരു മൈനർ ഗ്ലിച്ചില് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ് നമുക്കത് നഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. എനിക്കും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഇവിടെ ഈ സീറ്റിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ ഒരു പഠനത്തിന്റെ ഒരു കളരിയായിട്ട് എടുത്തുകൊണ്ട് എക്സ്പീരിയൻസ് അതിൽ നിന്ന് നമുക്ക് ലേൺ ചെയ്യാലോ, നമുക്ക് അതിൽ നിന്ന് പഠിക്കാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കും ആ ഒരു മൊമെന്റ് തന്ന്. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ സന്തോഷമായിട്ടിരിക്കണം. ഓക്കെ. തമ്പ്രാട്ടി, എന്തോ അങ്ങനെ അല്ലാതെ വിളിക്കാൻ തോന്നണില്ല. അപ്പൊ എന്തായാലും എനിക്ക് പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ നന്നായിട്ട് പാടി. ഇന്നത്തെ എന്തോ ഒരു ബാഡ് ലക്ക്. കുളിരുണ്ടോ എന്നുള്ള സ്ഥലത്ത് ഒരു ഗ്ലും വരാൻ പോയി, അല്ലേ? അതെ. പല്ലവി നിർത്തുന്ന സ്ഥലത്ത് പിന്നെ വലിയൊരു ഗ്ലും കനകം വിളഞ്ഞതും കവർന്നില്ലേ? അവിടെ വന്നു. അവിടെ എന്ത് പറ്റിയതാ സത്യത്തിൽ? അത് എനിക്ക് തൊണ്ട വരണ്ടു ഡ്രൈ ആയി Dry ആയി, അല്ലേ? അപ്പോഴും ആ ഒരു ഗ്ലും വരാനുള്ള ടെൻഡൻസി, തൊണ്ട ഇങ്ങനെ വരണ്ട് പോകുമ്പോഴാണ് നമുക്ക് ആ ഗ്ലും വരാനുള്ള ചില സമയത്ത് എനിക്ക് വെള്ളം കുടിക്കുമ്പോഴും വരും അല്ലേ? അപ്പൊ ഇന്നൊരു നിർഭാഗ്യം എന്ന് പറയാം. അത്രയും നിർഭാഗ്യവശാൽ ആ ഭാഗം ഒന്ന് നമുക്ക് ഒന്നുകൂടെ കേൾക്കാം. നമുക്ക് കന്നിമഴപ്പാടത്ത് കണ്ണെറിയും കാലത്ത് കനകം വിളഞ്ഞതും കവർന്നില്ലേ. കന്നിമഴപ്പാടത്ത് കണ്ണെറിയും കാലത്ത് കനകം വിളഞ്ഞതും കവർന്നില്ലേ. കാമനൊരു വില്ലല്ലേ കാത്തിരുന്ന നാളല്ലേ. കഥകും ചാരല്ലേ നീ ഉറങ്ങല്ലേ. പൂചൂടി വാലിട്ടു കണ്ണെഴുതി പൂനിലാമുറ്റത്തു നീ വന്നല്ലോ പൂത്തുമ്പി ഇളനീർ കൂടങ്ങളിൽ കുളിരുണ്ടോ. സൂപ്പർ സൂപ്പർ. ഈ വോയിസിൽ ഇത് കേൾക്കാൻ എന്തൊരു രസം, എന്ത് സുഖാന്നറിയാമോ? നല്ല സുഖമുള്ള വോയിസ് അല്ലേ? കാതിന് നല്ല കുളിർമ നൽകുന്ന ശബ്ദം കാതിന്. നീ വന്നല്ലോ പൂത്തുമ്പി ഇളനീർ കുടങ്ങളിൽ കുളിരും. നല്ല വോയിസ് നമ്മളിങ്ങനെ എടുക്കുക. അതെ, ദൈവം അങ്ങനെ നല്ലൊരു അനുഗ്രഹം തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് നിർഭാഗ്യവശാൽ ആ ഒരു കുറച്ച് കുളിരുണ്ടോ എന്നുള്ള ഭാഗവും കനകം വിളഞ്ഞതും കവർന്നില്ല, അത് മാത്രം. അതും കൂടി അങ്ങ് പാടി കറക്റ്റായിട്ട് ഇപ്പൊ പാടി പോലെ പാടിയിരുന്നെങ്കിലുണ്ടല്ലോ ഇവിടെ നിന്ന് പലതും സംഭവിച്ചേനെ. ഓക്കെ. അപ്പൊ എന്തായാലും ഇത് മനസ്സിലേക്ക് എടുക്കണ്ട. അപ്പൊ MG അങ്കിൾ പറഞ്ഞ പോലെ ഇത് ഇന്നത്തെ ഒരു അത് മറന്നേക്ക്, അത് കഴിഞ്ഞു ഒരു ദിവസം. അപ്പൊ ഇനി അത് വരാതിരിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മൈഥിലി കുട്ടി, എന്തോ ആ ശബ്ദം എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശബ്ദമാണ് മൈഥിലി കുട്ടിയുടെ. താങ്ക് യു. ബ്യൂട്ടിഫുൾ വോയിസ്. പ്രത്യേകിച്ച് ഈ പാട്ടില് ആ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സുഖം. എസ്പെഷ്യലി ആ മേൽഭാഗമൊക്കെ, മേളത്തെ റേഞ്ചിലൊക്കെ പാടിയതൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. രാഗത്തിന്റെ ഫ്ലേവേഴ്സ് അത് വേണ്ട രീതിയിൽ, വേണ്ടത്ര മാത്രം, വേണ്ട അളവിൽ വേണ്ട അളവിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അമേസിങ്. ബ്യൂട്ടിഫുൾ ആയി പാടി കേട്ടോ. പിന്നെ കാണാനും നല്ല രസം, നല്ല കോസ്റ്റ്യൂം, നല്ല ശബ്ദം, ആകെ ഒരു ഗ്ലൂം കേട്ടോ. അത് കുഴപ്പമില്ല. ചില ദിവസം ത്രോട്ട് ഡ്രൈ ആവും, ചില ദിവസം അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, മിടുക്കിയാണ് നീ. ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഇന്ന് എൻ്റെ അമ്മയുടെ വല്യച്ഛനും മകനും വന്നിട്ടുണ്ട്.
ആഹാ. അവരുടെ 2 കുട്ടികളോ ഹലോ ഇന്ന് 2 ബേബീസും ഉണ്ട്. ആ 2 ബേബീസ് ഉണ്ട്. 2 ബേബീസ് ഉണ്ട്. പേരെന്താ ബേബീസിന്റെ? ഒന്ന് എന്റെ അനിയത്തി മഹാക്ഷ, മഹാക്ഷനെ മറ്റേത് അറിയാം. അക്ഷര. അക്ഷര. ബേബി ഉണ്ടല്ലോ അതാ. അത് ഞങ്ങള് കിച്ചുക്കുട്ടൻ എന്ന് വിളിക്കും. ആ. അവന്റെ ശരിക്കുള്ള പേര് അവിക്ഷിത്. അവിക്ഷിത്. അവിക്ഷ. വെറൈറ്റി പേരുകളാണല്ലോ. അതെ അതെ അപ്പൊ മൈഥിലി കുട്ടി എല്ലാവരുടെയും ബിഗ് സിസ്റ്റർ ആണോ? ആണ് ആണ്. അതെ. ബിഗ് സിസ്റ്റർ ആണോ അല്ലേ? അതിന്റെ ഒരു മെച്യൂരിറ്റി ഉണ്ടല്ലോ. ഓ, അതാണ്. ഇപ്പൊ ചേച്ചി അമ്മയാണ് അല്ലേ? അപ്പൊ മൈഥിലി ചേച്ചി അമ്മയ്ക്ക് ഇന്ന് എത്രയാണ് മാർക്ക് എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരാണ്, അത് 98 100-ൽ. മൈഥിലി കുട്ടി എന്തോ ഇനി ഒരു മഴയൊക്കെ പെയ്പ്പിക്കാൻ സമയമായി കേട്ടോ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. Thank you. എന്താ ചൂട്? ഉസ്താദ്, അങ്ങനെ ഒരു പേരുണ്ടോ എന്റെ ഏട്ടന്? കേൾക്കുന്നവർക്കൊക്കെ പേടി തോന്നുന്ന, കണ്ണൊക്കെ ചോമ്പിച്ച് മീശയൊക്കെ പിരിച്ച് പറയട്ടാ. എന്താ ആ കഥ? ഉസ്താദ് എന്ന് പറഞ്ഞാൽ മുകളിലിരിക്കുന്ന സാക്ഷാൽ പരമശിവനല്ലേ? ഞാൻ വെറും ഒരു പാവം മധുബാലകൃഷ്ണനല്ലേ? മീനൂട്ടിക്ക് എന്നെ അറിഞ്ഞൂടെ? ഞാനൊരു പാവം പാട്ടുകാരൻ. എനിക്കൊക്കെ അങ്ങനെ ആവാൻ സാധിക്കുമോ? എനിക്കറിയാം എന്റെ ഏട്ടന്, വേറെ ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കൂല. ചുമ്മാ നമുക്ക് അടുത്ത പാട്ട് കേട്ടാലോ? അതെ, മര്യാദയ്ക്ക് ഈ ഉസ്താദ് കളിയൊക്കെ നിർത്തിയിട്ടെ, അനിയത്തി ഏട്ടൻ കളിയൊക്കെ നിർത്തിയിട്ടെ, അമ്മാവനും മോളും കൂടെ അടുത്ത ചീത്ത പറയാൻ പോയതാണല്ലേ? Okay. അതെ അതെ, നമ്മളെ തന്നെയാ മാമ അയണിക്ക. പോവാല്ലേ? പക്ഷേ ഉണ്ടല്ലോ, ഇത് നമ്മൾ അങ്ങനെ ചുമ്മാ ചെയ്തോന്നല്ല. ഞാനും മധുങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചുമ്മാ ചെയ്തിട്ടുണ്ടോ? ചുമ്മാ ഒന്നും നമ്മൾ ചെയ്യില്ല. ചെയ്യില്ല. എന്തെങ്കിലും ഒരു നമ്മൾ കാര്യം എന്തെങ്കിലും കാണാൻ കാര്യം പുറകില്. ഉണ്ടെങ്കിൽ ചെയ്യൂ. Yes, അതെ. അടുത്ത പാട്ട് ഉസ്താദിലെയാണ്. പക്ഷെ ആരാ പാടാൻ വരുന്നതെന്ന് ഞാൻ പറയില്ല, അത് നമ്മൾ ഡയറക്റ്റ് കണ്ടോ. നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളൂർ കുടമുള്ളിൽ വീട്ടി കണിക്കൊന്ന പൂ മണിക്കമ്മലണിഞ്ഞും പുളിയിലക്കര കസവും കൊണ്ടൊടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായോ കണിക്കൊന്ന പൂ മണിക്കമ്മലണിഞ്ഞും പുളിയിലക്കര കസവും കൊണ്ടൊടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായോ കണ്ണാടി ചില്ലല തോൽക്കും ഇളനീരിൻ തീരാ മധുരം എള്ളോളം നുള്ളിയെടുത്തോട്ടെ ഞാൻ മാറോളം മുങ്ങി നിവർന്നോട്ടെ നാടോടി
ഗുഡ് കോറസ് വെരി നൈസ്. താങ്ക് യു. വെരി ഗുഡ്. സാരംകുട്ടാ ഓ. പാടിക്കോ. സെബാ പാട്. ആര്യ ഇത് മറ്റേ ലെഫ്റ്റിലേക്ക് ഒരു ഡാൻസ് മറ്റേ ആ പുള്ളി ഉണ്ടല്ലോ എന്താ പേര് ലിഫ്റ്റ് Lift കയറി- ആ, അതന്നെ. അതുപോലെ ഉണ്ട്. കുട്ടച്ചേട്ടൻ എല്ലാരും അതെ പാട്. അത് ഈ ഋതത്തിൽ നമുക്കൊന്ന് ഒഴുകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെ. അത്രയും രസമാണ്. അതെ 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 ഭയങ്കര നല്ല രസം. അതെ അതെ എള്ളോളം നുള്ളി എടുത്തോട്ടെ. 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 നുള്ളി എറിയല്ല് എടുക്കണം. സാരംകുട്ടാ ഓ. കൊള്ളാടാ. താങ്ക് യു സർ. സെബ താങ്ക് യു സർ. വാട്ട് എ മെലഡിയസ് വോയിസ്. യെസ് യെസ് യെസ്. മാത്രം ബ്രെത്ത് ഭയങ്കര കൺട്രോൾ. രസമുണ്ട്. അതിങ്ങനെ ഒരു പൂവിനെ ഇങ്ങനെ തഴുകിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് പാട്ട്. ആ നമ്മുടെ സാരംകുട്ടനാണ് ഇറക്കി ഒന്ന് ഒരുപാട് ബ്രൈറ്റ് ആയി പോയെന്ന് എനിക്ക് സംശയം. ആ ചില സ്ഥലങ്ങളില് ഇത്രയ്ക്ക് ബ്രൈറ്റ് ആക്കണ്ടെന്ന് തോന്നുന്നു. ആ. ആ ഒരുപാട് ലൈറ്റ് വന്ന് അടിച്ച പ്രശ്നമല്ലേ? ആ. നമുക്ക് കണ്ണിന് ഉൾക്കൊള്ളാവുന്ന ലൈറ്റ് പോരെ. ആ പോരെ. നമുക്കെന്താ വെച്ചാ ഒരു കംപ്ലീറ്റ് സോങ് നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു സ്ക്രീൻഷോട്ട് മൊമെന്റ് വേണം. ആ. പക്ഷേ നിന്റെ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ 2 മിനിറ്റ് നീയാണ് അവിടെ വന്നതെന്ന് അറിയാതെ തന്നെ ഞാനിങ്ങനെ 2 മിനിറ്റ് അല്ല 2 സെക്കൻഡ് ഇങ്ങനെ കണ്ണടച്ചാൽ തന്നെ എനിക്ക് അറിയാൻ പറ്റും അത് നമ്മുടെ സാരംകൂട്ടനല്ലേ. അതെ അതെ അതാണ് സാരംകൂട്ടന്റെ സിഗ്നേച്ചർ ഐഡന്റിറ്റി. ഐഡന്റിറ്റി. യെസ്, താങ്ക് യു. അത് സൂപ്പറാണ് കേട്ടോ. പിന്നെ സാറേ എനിക്ക് അധികം ലൈറ്റ് ആയിട്ട് സൗണ്ട് എടുക്കുമ്പോൾ ടോപ്പ് പാടാൻ പറ്റുന്നില്ല. അല്ല അത് ടോപ്പ് എനിക്ക് പാടുമ്പോ മനസ്സിലായി. ലൈറ്റ് ആക്കണ്ട. ടോപ്പ് പാടുമ്പോ ലൈറ്റ് ആക്കാൻ ബുദ്ധിമുട്ടാ. അല്ലെങ്കിലും ടോപ്പ് പാടുമ്പോ തുറന്ന് പാടിക്കോ. ആ. അത് എത്തുന്ന സ്ട്രെയിൻ ഇല്ലെങ്കിൽ ഒതുക്കാം. സ്ട്രെയിൻ അവിടെ തോന്നുന്നില്ലെങ്കിൽ ഒതുക്കാം. ആ ഓക്കെ. നമ്മുടെ ബോഡിയിൽ ഈ സമയത്ത് ഒരുപാട് ബയോളജിക്കൽ ചേഞ്ചസ് വരും, ആ ഓക്കെ. ഹോർമോൺ ചേഞ്ചസ് വരും. ആ. അപ്പൊ ആ സമയത്ത് നമ്മുടെ ശബ്ദം കുറച്ചൊന്ന് മാറും. ഓക്കെ. അപ്പൊ ആ മാറ്റത്തിന്റെ തുടക്കമായിരിക്കുന്നു മകനെ. ആ. അതുകൊണ്ടാണ് ആ പല്ലവിയിൽ ഒരു വെള്ളി വന്നത്. അതെ. അത് സാരമില്ല, അത് വരും. ഓക്കെ. അത് വന്നില്ലെങ്കിലാണ് കുഴപ്പം. പിന്നെ ചില സ്ലിപ്സ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പാരിജാതം പൂത്തിറങ്ങും പൂത്തിറങ്ങും. പാതിരാതി. അവിടെ അതുപോലെ നിവർന്നോട്ടെ എന്നാണ്, നിവന്നോട്ടെ എന്നാണ് കേട്ടത്. കേൾക്കുന്നില്ല. മാറോളം മുങ്ങി നിവർന്നോട്ടെ. ആ ഇർ അവിടെ ഒരു പ്രശ്നമാണ്, അത് നന്നായിട്ട് വരണം കേട്ടോ. ഓക്കെ. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത നോട്ട്സ് എന്ന് പറഞ്ഞാൽ ആരും കാണാതെ ഉള്ളിൽ താളം തുള്ളും ആ. ഈ ഈറൻ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞു. അവിടെ എന്തായിരുന്നു നോട്ട്? നീ മൂളും പാട്ടിൽ അവിടെ എപ്പോഴും പ്രശ്നമാണ്. നീ നീ മൂളും പാട്ടിൽ നീ മൂളും പാട്ടിൽ നീ മൂളും പാട്ടിൽ താരാര കണക്ട് ചെയ്ത് വരാതെ. നീ മൂളും പാട്ടിൽ ആ. നീ നീട്ടും മുത്തം വാങ്ങി ആരും കാണാതുള്ളിനുള്ളിൽ താളം. അതൊക്കെ അവിടെ- ശ്രുതിയിൽ അവിടെ- വേണം. അവിടെയും ഉള്ളിൽ ആരും കാണാതുള്ളിനും ആരും കാണാ ആരും ഉള്ളിനുള്ളിൽ ആരും കാണാതുള്ളിനുള്ളിൽ താളം തുള്ളും അത് അവിടെ കട്ട് ചെയ്യാണ്ട് പാടാൻ പറ്റുമെങ്കിൽ അത്ര ഭംഗിയുണ്ടാവും. ആരും കാണാതുള്ളിനുള്ളിൽ താളം തുള്ളും. അത് കണക്ട് ചെയ്യണം. അവിടെ ഗ്യാപ്പ് ഇല്ലാണ്ട് ആരും കാണാതുള്ളിനുള്ളിൽ താളം തുള്ളും ഈരൻ സ്വപ്നങ്ങൾ. ആരും കാണാതുള്ളിനുള്ളിൽ താളം തുള്ളും ഈരൻ സ്വപ്നം. ഇതൊരു ഹാർഡ് ലേബർ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഭയങ്കര ചുമടെടുത്തോണ്ട് ഇങ്ങനെ പോണ പോലെ ഒരു മലയുടെ മേളിലോട്ട്. അത് വേണ്ട. എൻജോയ് ചെയ്യാ കുറച്ചുകൂടെ. എള്ളോളം നുള്ളിയെടുത്തോട്ടേ മാറോളം മുങ്ങിനി വന്നോട്ടെ. മാറോളം മാറോളം അത് മാറോളം. മാറോളം മുങ്ങിനി വർന്നോട്ടെ. അപ്പൊ മാറോലം എന്ന് വരുന്നു. മാറോളം മുങ്ങിനി വർന്നോട്ടെ. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് പാടി പോകേണ്ടതാണ് ആ ലൈൻസ് ഒക്കെ കേട്ടോ. ഭയങ്കര രസമായിരുന്നു കേട്ടോ ശിവ. ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് ഈ ഒരു സോളോ ഇത് കേൾക്കുന്നത് കേട്ടോ. നേരത്തെയുള്ള സീസണിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. സാറിന്റെ മുന്നിൽ ആദ്യമായിട്ടാ പറഞ്ഞു. അത് ഞാൻ കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. സൂപ്പറാണ്. കഴിഞ്ഞ സീസണിലെ സെക്കൻഡ് റണ്ണറപ്പ് ആണ് സെബക്കുട്ടി. മിടുക്കിയായിട്ടുള്ള ഗായിക. ഇപ്പൊ കൺഗ്രാറ്റ്. അപ്പൊ രണ്ടുപേരും കൊണ്ടുള്ള ഡ്യുവറ്റ് നന്നായിരുന്നു കേട്ടോ. എല്ലാം കൂടെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു ആനച്ചന്തമുണ്ടായിരുന്നു. ഓക്കെ.
സാരംകുട്ടാ പിന്നെ ഞാൻ ഈ പാട്ടിന്റെ ഏറ്റവും ലാസ്റ്റ് ദിവസം ഗ്രൂമിങ്ങിന് വന്ന് ആണോ? എനിക്ക് സുഖമില്ലായിരുന്നു, പനിയും തലവേദനയൊക്കെ ആയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ എന്തായാലും വയ്യാതെ നിന്നിട്ട് ഇപ്പൊ ഒന്ന് പാടിയതാണ്. ആ. അതിൻ്റെതായിരിക്കാം ചിലപ്പോ കുറച്ച് വോയിസിന് സ്ട്രെയിൻ തോന്നിയത്. ഈ പല്ലവിയിൽ പ്രത്യേകിച്ച് പെണ്ണായോ, നാടൻ പെണ്ണായോ എന്ന് പാടി ഇപ്പൊ വോയിസ് കുറച്ചൊന്ന് ക്രാക്ക് വന്നു, വെള്ളി വീണ പോലെ കേട്ടോ. എന്തായാലും രണ്ടുപേരും അസലായിട്ട് പാടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സെലക്ഷനാണ്, ഉഗ്ര സെലക്ഷൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഇപ്പൊ നോക്കിയപ്പോ കുറച്ച് മുമ്പ് ആരി എന്നോട് പറഞ്ഞു ആരിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ഫേവറേറ്റ് പാട്ടാണെന്ന് പറഞ്ഞു. സെബാമൂൺ എപ്പോഴത്തെയും പോലെ വളരെ മനോഹരമായിട്ട് പാടി. ബ്യൂട്ടിഫുൾ വോയിസ്. പിന്നെ നല്ല ബ്രത്ത് കൺട്രോൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ശ്വാസം എടുത്തത്. ഞാൻ ശ്രദ്ധിച്ചു, അത് ഞാനും ശ്രദ്ധിച്ചു. കൊള്ളാം, നന്നായിരുന്നു. അപ്പൊ സാരംകുട്ടൻ കുറച്ചൊന്ന് ഒതുക്കി പാടിയാൽ നല്ലതായിരിക്കും. ഇപ്പൊ ഈ വോയിസ് സ്ട്രെയിൻ ഉള്ളതുകൊണ്ടാണോ എനിക്ക് അറിഞ്ഞൂടാ. കുറച്ച് വളരെ ബ്രൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ പെണ്ണായോ എന്ന് പാടിയ സ്ഥലത്ത് ക്രാക്ക് വീണു. പിന്നെ നീ മൂളും പാട്ടിൽ അത് MJ ഞങ്ങള് സൂചിപ്പിച്ചു ഭാഗം. പിന്നെ ലാസ്റ്റ് പല്ലവിയിലെ പെണ്ണായോ, അതിന് ക്രാക്ക് വീണില്ല, പക്ഷെ കറക്റ്റ് നോട്ട് എത്തിയിട്ടില്ല, കുറച്ച് ഫ്ലാറ്റ് ആയി പോയി. കുറച്ചുകൂടി മേലെത്തിയ വെള്ളി വീഴും. പേടിച്ചിട്ട് ഒതുക്കി കളഞ്ഞു. അതുകൊണ്ടാണ് കുറച്ച് ഫ്ലാറ്റ് ആയി പോയി അവിടെ കേട്ടോ. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. ഇതൊന്ന് ശ്രദ്ധിച്ചാ മതി. സെബാമോൺ വെരി ഗുഡ്. വിനുട്ടാ, എന്തോ ഈ ഉസ്താദ് സിനിമയിലെ വെണ്ണില കൊമ്പിലെ രാപ്പാടി എന്ന് പറഞ്ഞ പാട്ട്, ഈ പാട്ടും എന്റെ ഫേവറേറ്റ് ആണ്. അപ്പൊ എന്റെ വീട്ടിൽ ആരും പാടില്ല, പാട്ട് പാടാൻ അറിയുന്നവരില്ല, പഠിച്ചിട്ടില്ല. അപ്പോ ആദ്യമായിട്ട് എന്നെയും എന്റെ ഏട്ടനെയും കൂട്ടിയിട്ടാണ് മ്യൂസിക് ക്ലാസ്സിന് കൊണ്ടുപോയി ചേർക്കുന്നത്. ഏട്ടന്റെ പേര് ആശിഷ് എന്നാണ്. അപ്പൊ എന്നെക്കാളും 2 വയസ്സ് മൂത്തതാണ്, എന്റെ വല്യച്ഛന്റെ മകനാണ്. അപ്പോ ഏട്ടൻ എനിക്ക് ഈ പാട്ട് എപ്പോഴും പാടി തരാറുണ്ട്. നമ്മൾ മുന്നേ ആദ്യം ഒരുമിച്ചാണ് വീട്ടില് ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. എന്റെ ഒരു 3ാം ക്ലാസ് വരെയൊക്കെ വെണ്ണില കൊമ്പിലെ രാപ്പാടി എന്ന് പറഞ്ഞ പാട്ട്. അപ്പൊ ഏട്ടൻ ഇങ്ങനെ എനിക്ക് എപ്പോഴും പാടിത്തരും. എനിക്ക് ആ പാട്ടൊരു ഇമോഷനാണ്. ഇന്ന് നീ ഏട്ടന്റെ ചിങ്കാരി എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ കണ്ണുനോക്കി ഇങ്ങനെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. ചേട്ടൻ ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ എനിക്ക് കുറെ മെമ്മറീസ് എന്റെ മനസ്സിലോട്ട് ഇങ്ങനെ വരിക. അതുപോലെ ഈ മൂവിയും എനിക്കൊന്ന് മലയാളികളുടെ ഫേവററ്റ് മൂവികളിൽ ഒന്നാണ് ഈ മൂവി. മധു, നമുക്ക് ഈ രാപ്പാടിക്ക് വേണ്ടി ആ പാട്ട് പാടാം. തീർച്ചയായിട്ടും. കൊമ്പിലെ രാപ്പാടി എന്നു നീ ഏട്ടന്റെ ചിങ്കാരി. വെണ്ണില കൊമ്പിലെ രാപ്പാടി എന്നു നീ ഏട്ടന്റെ ചിങ്കാരി. മഞ്ഞുനീർ തുള്ളി പോൽ നിന്നോ കുഞ്ഞു കൺപീലിയിൽ കണ്ണീരോ. വെണ്ണില കൊമ്പിലെ രാപ്പാടി എന്നു നീ ഏട്ടന്റെ ചിങ്കാരി. താങ്ക് യു. This is for our രാപ്പാടി. താങ്ക് യു സോ മച്ച്. സാരംകൂട്ടാ, ഇപ്പൊ ഈ പാട്ടൊക്കെ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. യെസ്, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ പാടി തുടങ്ങിയപ്പോ? ചെറുതായിട്ട് ഈ വോയിസിന്റെ ഒരു ടെൻഷൻ, വോയിസിന്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. വെള്ളിന്റെ അപ്പൊ ആ ടെൻഷൻ മുഖത്ത് കാണാനുണ്ടായിരുന്നു അത് സാരംകൂട്ടന്. ഞാൻ ആദ്യം പാടിയപ്പോ വെള്ളി വീണല്ലോ. അപ്പൊ രണ്ടാമത് നീ ഞാനൊന്ന് വീഴുമോ എന്നുള്ള പേടി. അല്ലല്ല, രണ്ടാമതും എനിക്ക് തോന്നി എന്നാ വീഴുന്നില്ല. അന്നേരത്ത് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കി, കുറച്ചു നോക്കിയാലോ. ആണല്ലേ? അപ്പോഴാണ് നോട്ട് എത്തിയില്ല. വെള്ളി വീണില്ല, പക്ഷെ നോട്ട്സ്. ആ കുഴപ്പമില്ല, ശബ്ദത്തിൻ്റെതാ. കുറച്ച് സമയം എടുത്തിട്ട് അതങ്ങ് ശരിയാവും കേട്ടോ. ഓക്കെ, രണ്ടുപേരും നന്നായി പാടി. എനിക്ക് എന്താ പറഞ്ഞ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി, നല്ലൊരു ലവ് സോങ് അല്ലേ, അപ്പൊ അങ്ങനെ നോക്കി ഒന്ന് ഇന്ററാക്ട് ചെയ്താൽ നല്ലതായിരുന്നു എന്ന് തോന്നി എനിക്ക് മൊത്തത്തിൽ കേട്ടോ രണ്ടുപേരും. പിന്നെ സെബയുടെ പാട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ. സോ ഹാപ്പി ടു ഹിയർ യുവർ ബ്യൂട്ടിഫുൾ വോയിസ്. ഇത് നല്ല സുന്ദരമായ ശബ്ദം. സാരംകൂട്ടാ, ശബ്ദമൊക്കെ ശരിയാവട്ടെ. അപ്പൊ ഇനി മിടുക്കനായിട്ട് പാട്ട് പഠിക്കുക, ഇതുപോലെ തന്നെ പോട്ടെ കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സാരംകുട്ടാ, കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രോമിസ് ചെയ്തിരുന്നു, ഓർക്കുന്നുണ്ടോ? നീ മറന്നുപോയടേ? ഞാൻ മറന്നില്ല, മറന്നിട്ടില്ല. പക്ഷെ ഇന്ന് എടുക്കാൻ മറന്നുപോയെന്നൊരു സംശയം കേട്ടോ. എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? അതൊരു ഡെനിം ബനിയനാണെന്ന് തോന്നുന്നു. ബനിയനല്ല, ഷർട്ട്. അത് വേണോ?
വേണം. വേണം, എന്തായാലും വേണം. എന്തായാലും കൊടുക്കണം എം ജെ സർ. പിന്നെ ഒന്ന് വേണോ രണ്ട് വേണോ? ഇഷ്ടമുള്ളതായിട്ടാ, ഇഷ്ടമുള്ളത്ര. പോലെ. ഞാൻ ഒരെണ്ണമാണ് പ്രോമിസ് ചെയ്തത്, ആ. പക്ഷെ ഇപ്പൊ 2 എണ്ണം തരും. ഓ ഓക്കെ. ഇന്ന് വല്ലാത്ത കോട്ടൊക്കെ ഇട്ട് മഹേൻ സുന്ദരനായിട്ടിരിക്കുകയാണ്. ടോപ്പായിട്ടുണ്ട്. അതാണ്, അതിന്റെ മേൽ കൂടെ ഇട്ട് തരാം അല്ലേ? എന്നോടാ എന്ന് അതെ. പിടിച്ചേ. ഓ പിന്നെന്താ, എന്നെ പിടിക്കും. ഇനി അതിടണ ദൂരിക്കോ കൊച്ചു. അതൊരിക്കോ. ഇതിന്റെ ഇറക്കം നമുക്ക് വെട്ടി കുറയ്ക്കാം. ഇറക്കം കൂടുതലാണ്. അവൻ നിക്കണതൊക്കെ കറക്റ്റ് സൈസാണ്. അതെ 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 അതെ. നമുക്ക് സൈസൊക്കെ ഓൾട്ടർ ചെയ്ത് ശരിയാക്കാട്ടോ. യെസ്. കൈയുണ്ടോ അതിന്റെ ഉള്ളിൽ? ഇത് എത്ര സൈസ്? ഇത് M ആണ്. എം മീഡിയം ആണ്. M ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. ആണല്ലേ? പക്ഷെ കുറച്ച് വലുതാണ്, നമുക്ക് ഓൾട്ടർ ചെയ്യാം. അതെ 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 അതെ. അപ്പൊ സൂപ്പർ സുന്ദരനായിരിക്കും കേട്ടോ. ഉറപ്പല്ലേ? നമ്മുടെ ജെന്റിൽമാൻ ആണ് അവൻ. യെസ്. ഒത്തിരി സ്നേഹത്തിലാണ് കേട്ടോ. താങ്ക് യു സർ. മധു, ഇന്ന് സാരംകൂട്ടന് എത്ര മാർക്ക്? ഇന്ന് സാരംകൂട്ടന് കിട്ടിയിരിക്കുന്ന മാർക്ക് ആര്യ പറഞ്ഞ പോലെ 97 + 2 ഷർട്ട്സ്. ശിവ, ഇറങ്ങി. 150 അതെ. 150 500. അതെ. അപ്പൊ ഓക്കെ, താങ്ക് യു MJ അങ്കിൾ. ഞാൻ അവിടെ കൊണ്ട് തരാം. ബയോ, നടന്നു. ചേട്ടന് കൈയില്ലല്ലോ. കൈയില്ലാണ്ട് ഇങ്ങനെ പിടിക്കാതെ. പുഴയുന്നൊരു നാടൻ പെണ്ണായോ. മിനുടി, എന്തോ 1978 എന്നുള്ള ഒരു വർഷം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഓക്കെ. ആ. അപ്പൊ എനിക്ക് എത്ര വയസ്സായിരിക്കും? 8 വയസ്സ്. ഏകദേശം ആ. അപ്രോക്സിമേറ്റ്ലി. ആ. തെറ്റാന്ന് എനിക്കറിയാം. ഞാൻ വെറുതെ ഇട്ട് നോക്കിയതാ. 1971 78 18 വയസ്സാവും. 18 വയസ്സ്. ശരിയാ. കറക്റ്റാ. ഓ, എന്നിട്ടാണ് approximately ആ വർഷം ഒരു ബ്യൂട്ടിഫുൾ ഒരു സിനിമ ഇറങ്ങി. ആ. ആ സിനിമയുടെ പേരാണ് മദനോത്സവം. ആ. കമൽഹാസൻ സർ, ഓ. സെറീന വഹാബ്, അങ്ങനെയൊക്കെ ഗ്രേറ്റ് ആക്ടേഴ്സ് Yes, ഉണ്ടായിരുന്നതാണ്. അതിൽ ഒരുപാട് പാട്ടുകളുണ്ട്. സന്ധ്യയെ കണ്ണീരിൽ എന്തേ സന്ധ്യയെ, അല്ലെങ്കിൽ സാഗരമേ ശാന്തമാക്കുന്നു. അതുപോലെ തന്നെ ഈ മലർക്കന്യകൾ മാരന് നേദിച്ച് പ്രേമമെന്ന തേനല്ലേ. അപ്പൊ ഈ പാട്ട് അത് പാടിയിരിക്കുന്ന ജാനകിയമ്മയും കോറസും കൂടിയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. സൽദാണ് മ്യൂസിക്. സൽദയുടെ റൗണ്ടിൽ നമുക്ക് ഈ പാട്ടൊന്ന് കേട്ടാലോ? ഉറപ്പായിട്ടും ഇപ്പൊ ഓനി സാറ് കേൾപ്പിച്ചു. എഴുതിയത്. അതെ, ആ. MJ അങ്കിളിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് ഇപ്പൊ കേൾപ്പിച്ചിരിക്കും. അത് പാടാനായിട്ട് നമ്മുടെ അമൃതക്കുട്ടി നടത്തുന്നത്. വെൽക്കം അമൃതക്കുട്ടി ഓൺ സ്റ്റേജ്. ഒരു പച്ചക്കിളി. ശരിക്കും സുപ്രഭാതം പോലെ ഇല്ലേ? അതെ അതെ അതെ. പച്ചയും വെള്ളയും ഒക്കെ. അതെ അതെ അതെ. തിരുവനന്തപുരം എന്ത് പറയാണ്? തിരുവനന്തപുരത്ത് ഭയങ്കര തിളക്കുന്ന ചൂടാണ്. ഇപ്പൊ ഇങ്ങനെ വെന്ത് പൊങ്ങി. ഭയങ്കര തിളയ്ക്കുന്ന ചൂടാണ്. ഇപ്പൊ ചൂടാണ് വെന്ത് ഇപ്പൊ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ ഞാനും എന്താണ് ഇവിടെ എത്തിയത്. അതെ. അപ്പൊ ചൂടത്ത് എന്ത് ചെയ്യും? ചൂടത്ത് ഞാനവിടെ AC ഇട്ടിരിക്കും. AC ഇട്ട് ആ, പുറത്തോട്ടൊക്കെ നോക്കി. അപ്പൊ ഈസി ആണല്ലേ? അതെ. പുറത്തു പോവാറില്ലേ അപ്പൊ? പുറത്ത് എപ്പോഴും അങ്ങനെ പോവാറില്ല, ഇടക്കിടക്കൊക്കെ അങ്ങനെ ആണല്ലേ? അമൃതക്കുട്ടിക്ക് കൂടുതൽ സന്തോഷമുണ്ടല്ലോ ഇന്ന്. എന്നൊരു അതിന്റെ റീസൺ എന്താ? ഒരു ഉത്സാഹം. Reason, ഉത്സാഹം ഇന്ന് കൂടുതൽ. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് അത് മാത്രല്ല, ഒരാൾ വരാൻ ആവേശമുണ്ട്. പോകുന്നില്ലേ? ഒരു ആവേശം ഉണ്ടല്ലേ? അത് ആവേശം, പാട്ടിന്റെ ആവേശം. എന്തൊരു ആവേശം അല്ലേ? അതെ ഓ, ആ ആവേശം മാത്രല്ല, ഒരാൾ വരാൻ പോകുന്നുണ്ട്. ആരത്? പുതിയൊരാൾ വരാൻ പോകുന്നുണ്ട്. അതെ. അതെ. അത് മറച്ചു വെച്ചില്ലേ? ആ, ഒന്നും പറഞ്ഞില്ലല്ലോ. അത് എന്റെ അമ്മയ്ക്ക് 9ാം മാസമായി. അപ്പൊ വൈകാതെ ഒരു കുഞ്ഞു ബേബി വരും. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ബിഗ് സിസ്റ്റർ ആവണോ? അതെ അതെ. അപ്പൊ ഈ മലർക്കന്യകൾ മാരന് നേദിക്കും പ്രേമം എന്ന തേനല്ലേ? അതെ. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ആ. ഈ ഡ്രസ്സ് എനിക്ക് പരശുരാമ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു അസോസിയേഷൻ തന്നതാണ്. അപ്പോൾ അവര് 2 ജോഡി ഡ്രസ്സ് തന്നിരുന്നു. ഇത് ഒരു ഡ്രസ്സ്. അവർ തുണി എടുത്തോണ്ടാണ് വന്ന ഡ്രസ്സിന്റെ. അപ്പോൾ എന്റെ ഈ തുണിയൊക്കെ തച്ചു തരുന്നത് ദീപാൻറ്റി എന്ന് പറയുന്ന ഒരു ആന്റിയാണ് അവിടുത്തെ. അപ്പോൾ ഈ ആന്റിക്കും റെസിഡൻസ് അസോസിയേഷനുള്ള എല്ലാവർക്കും ഒരു ഹായ് പറയൂ. പരശുരാമ അസോസിയേഷനും ഞങ്ങളുടെ ഹൃദയംഗമമായി നന്ദി അറിയിക്കുക.
ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ഈ മലർ കന്യകൾ മാരനു നേദിക്കും പ്രേമമെന്ന തേനില്ലേ. ഈ മലർ കന്യകൾ മാരനു നേദിക്കും പ്രേമമെന്ന തേനില്ലേ. അതിൽ ഒരു തുള്ളി ഞാൻ പകർന്നു. അതിൽ ഒരു തുള്ളി ഞാൻ നുകർന്നു. അതിൽ ഒരു തുള്ളി ഞാൻ പകർന്നു. അതിൽ ഒരു തുള്ളി ഞാൻ നുകർന്നു. ഈ മലർ കന്യകൾ മാരനു നേദിക്കും പ്രേമമെന്ന തേനില്ലേ. പിന്നെ ഞാനോദിയ വാക്കിലെല്ലാം എന്തൊരു സംഗീതം. നിന്നെ കുറിച്ചുള്ള പാട്ടിലെല്ലാം എന്തെന്തു മാധുര്യം. പിന്നെ ഞാനോദിയ വാക്കിലെല്ലാം എന്തൊരു സംഗീതം. നിന്നെ കുറിച്ചുള്ള പാട്ടിലെല്ലാം എന്തെന്തു മാധുര്യം. എന്തെന്തു മാധുര്യം. ഈ മലർ കന്യകൾ മാരനു നേദിക്കും പ്രേമമെന്ന തേനില്ലേ. അതിൽ ഒരു തുള്ളി ഞാൻ പകർന്നു. അതിൽ ഒരു തുള്ളി ഞാൻ നുകർന്നു. അതിൽ ഒരു തുള്ളി ഞാൻ പകർന്നു. അതിൽ ഒരു തുള്ളി ഞാൻ നുകർന്നു. ഈ മലർ കന്യകൾ മാരനു നേദിക്കും പ്രേമമെന്ന തേനില്ലേ. പിന്നെ നിൻ കൺകളിൽ നോക്കി നിൽക്കാൻ എന്തെന്തൊരാവേശം. പിന്നെ നിൻ വിശ്വാസമേറ്റു നിൽക്കെ ഇന്നെന്തൊരുന്മാദം. പിന്നെ നിൻ കൺകളിൽ നോക്കി നിൽക്കാൻ എന്തെന്തൊരാവേശം. പിന്നെ നിൻ വിശ്വാസമേറ്റു നിൽക്കെ ഇന്നെന്തൊരുന്മാദം. ഇന്നെന്തൊരുന്മാദം. ഈ മലർ കന്യകൾ മാരനു നേദിക്കും പ്രേമമെന്ന തേനില്ലേ. ഈ മലർ കന്യകൾ
അമൃതം ഗമയ എന്തോ എന്തെന്ത് മാധുര്യം. ഒരു തുള്ളിയല്ല, പല തുള്ളിയായിട്ട് ഇവിടെ കിട്ടിയേട്ടാ. ആ അമൃത് അവിടെ നിന്ന് വരുന്നത്. അത് മ്യൂസിക്കിന്റെ അമൃതാണ്. അത് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. താങ്ക് യു. ഒരുപാട് ഇടങ്ങള് സൂപ്പറായിട്ട് പാടിയിട്ടുണ്ടേ. ആ. പിന്നെ ഞാനോദിയ വാക്കിലെല്ലാം എന്തൊരു സംഗീതം. അതാണ് അവിടെ ഭയങ്കര സംഗീതം വന്നു കേട്ടോ. പിന്നെ ഞാനോദിയ വാക്കിലെല്ലാം എന്തൊരു സംഗീതം, നിന്നെ കുറിച്ചുള്ള പാട്ടിലെല്ലാം എന്തെന്തു മാധുര്യം. അത് സൂപ്പറായിരുന്നു. താങ്ക് യു. പിന്നെ അടുത്ത ലൈനില് എന്തെന്തൊരു ആവേശം. വളരെ ആവേശത്തിലാണല്ലോ പാടിയത്. ഇഷ്ടമാണോ ഈ പാട്ട് ഒരുപാട്? ഈ പാട്ട് വെറും പാട്ടല്ല, ഒരു ജേണിയാണ്. ഒത്തിരി വേരിയേഷൻസ് ഉണ്ട്. ആ വേരിയേഷൻസിലൂടെ ഇങ്ങനെ പോയി 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 കറങ്ങി തിരിച്ച് പിന്നെയും പറയാണ്, ഒരു തുള്ളി ഒരു തുള്ളി ഞാൻ പകർന്നു, ഒരു തുള്ളി ഒരു തുള്ളി ഞാൻ നുകർന്നു. നുകർന്നു. ഒരു തുള്ളി ഞാൻ പകർന്നു, അതിൽ ഒരു തുള്ളി ഞാൻ നുകർന്നു, അതിൽ ഒരു തുള്ളി. അത് കൊള്ളായിരുന്നു താങ്ക് യു. കേട്ടാ. കോറസിനോട് പാടുമ്പോഴത്തേക്കും കോറസ് അവര് ഇടയ്ക്ക് വേറെ നോട്ട്സ് ഒക്കെ പാടുമ്പോഴത്തേക്കും അമൃതം ഗമയ്ക്ക് കുറച്ച് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അത് കൃത്യം അവസാനം അതുകൊണ്ടാണ് വിട്ടുകളഞ്ഞ. അല്ല, അവസാനം അങ്ങനെയാണോ? പിന്നെ കോറസ് മാത്രമേ ഉള്ളൂ. ആണോ? എന്നാലും കൂടെ പാടായിരുന്നില്ലേ? ഒരു രസമല്ലേ? അവര് ഒറ്റയ്ക്ക് ആക്കിയില്ലേ? എന്തിനാ അവര് ഒറ്റക്കാക്കുന്നത്? ഒറ്റയ്ക്കാക്കൂല. അല്ല, ഇവിടെ കൂട്ടായ്മയല്ലേ. അപ്പൊ അത് കൂടെ പാടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. അത് പാർട്സ് മാത്രമായി പോയി അല്ലേ അവസാനം? ഹാർമണി മാത്രം. ഹാർമണി മാത്രമായി. ഹാർമണി മാത്രമായി പോയി. പിന്നെ എനിക്ക് തോന്നിയ എന്തെന്തു മാധുര്യമില്ലേ, ആ മാധുര്യം സംഗതി എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് സ്ലോ ആയിട്ട് പാടിക്കുന്നു. എന്തെന്തു മാധുര്യം. ഓൾമോസ്റ്റ് അത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഉന്മാദ അതിങ്ങനെ ഇന്നെന്തൊരു ഉന്മാദം, ഉന്മാദം. അപ്പൊ താളത്തിൽ പഴയ 1 2 3 4. ഇന്നെന്തൊരു ഉന്മാദം. കേട്ടോ, ദം സമത്തിന് കഴിഞ്ഞിട്ടാണ് എത്തണേ. അതെന്തുകൊണ്ട് വെച്ചാൽ ആ സംഗതി സ്പീഡ് ഇല്ലാത്തോണ്ടാ. അത് കറക്റ്റ് സ്പീഡിൽ വന്നാലല്ലേ പറ്റൂ. ഓക്കെ. അല്ലെങ്കിൽ പാട്ട് ഒറ്റയ്ക്കാവൂലേ? എന്തിനാ പാട്ടിനെ ഒറ്റയ്ക്കാക്കുന്നത്? ഒറ്റയ്ക്കാക്കൂല. ആക്കരുത്. ഓക്കെ. അമൃതം ഓക്കെ. എന്നാലേ ഗമയേ ഉണ്ടാവുള്ളൂ. ഗമം എന്ന് പറഞ്ഞ എന്താർത്ഥം? അറിഞ്ഞൂടാ. മുന്നോട്ടുള്ള പോക്ക്. അമൃതത്തിലേക്കുള്ള നമ്മുടെ പോക്കാണ് അമൃതം ഗമയ. ഈ അമൃതം അല്ല എന്തൊരു ടാലന്റ് ആണ് അല്ലേ മീനുട്ടി? മാത്രല്ല എന്ത് ചുന്ദരിയായിട്ട് അവിടെ നിക്കണേ. അപ്പൊ എല്ലാം കൂടെ ആവുമ്പോ എന്തെന്തു മാധുര്യം അല്ലേ? അതെ സർ, ടാലന്റ് മാത്രമല്ല, ആ ശബ്ദം. ശബ്ദത്തിന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. കാരണം അമൃതയുടെ ശബ്ദത്തിനെ ഒന്നിനും തടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇങ്ങനെ വരും ക്രോസ് ചെയ്ത്. എനിക്ക് ഇങ്ങനെ ചെവിയിൽ കേൾക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ഫ്രം യുവർ മൗത്ത് ഇങ്ങനെ വരുന്ന ഒരു ശബ്ദം, നല്ല മുറിച്ചു കീറി വരുന്ന ഒരു ശബ്ദം. ആരെങ്കിലും ഈ ശബ്ദത്തിനെ തടുക്കാൻ വന്നാൽ നമ്മളൊക്കെ ഗുണ്ടകളായിട്ട് മാറും. അതുപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ വോയിസ് ആണ് നമ്മുടെ അമൃതകുട്ടിയുടെ കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയുന്നത്, നല്ല എൻജോയ് ചെയ്ത് പാടി. സാധാരണ ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഡാൻസ് ചെയ്യുന്നതിനേക്കാളും ഇന്ന് അമൃതക്കുട്ടി പാടിയപ്പോ പാട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഡാൻസ് ചെയ്തത് എന്ന് തോന്നി എനിക്ക് കേട്ടോ. ആദ്യം തൊട്ട് അവസാനം വരെ ആ ഒരു എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു. അമൃതക്കുട്ടി ഇഷ്ടപ്പെട്ടിട്ടാണ് ആ പാട്ട് പാടിയത്, കഷ്ടപ്പെട്ടിട്ടല്ല. അത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഗ്രേസ്ഫുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു. അയ്യോ, ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഒക്കെ കാണിച്ചില്ല? എന്തായാലും മൈക്ക് വെച്ച് മൈക്ക് മീനുട്ടിക്ക് കൊടുത്തിട്ട് കാണിച്ചേ നോക്കട്ടെ. അയ്യോ, അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ അമൃതക്കുട്ടി. എല്ലാം കൊണ്ടും കാണാനും കേൾക്കാനും മൊത്തത്തിലുള്ള പെർഫോമൻസ് നല്ല അടിപൊളിയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. അമൃതക്കുട്ടി, എന്തോ ഇന്നത്തെ പാട്ടും കൊള്ളാം, ആട്ടവും കൊള്ളാം, നന്നായിരുന്നു കേട്ടോ. സൂപ്പറായിട്ട് വന്നു. നല്ല ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞ പോലെ ഉഗ്രം വോയിസ്, നല്ല അത്രയുള്ള വോയിസ് ആണ് അമൃതക്കുട്ടിയുടെ. അതുപോലെ മാത്രമല്ല നല്ല മാധുര്യം, എന്തെന്തു മാധുര്യം അതുകൊണ്ട് വോയിസിൽ നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ എന്തായാലും പാടിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പല്ലവിയൊക്കെ സൂപ്പറായിട്ട് വന്നു. പിന്നെ പിന്നെയാണ് അനുപല്ലവിയില്ല, പിന്നെ ബീജി കഴിഞ്ഞിട്ട് തുടങ്ങിയ പിന്നെ ഫസ്റ്റ് ടൈം ഉണ്ടായ പിന്നെ ശ്രുതിയിലല്ലായിരുന്നു. രണ്ടാമത് വന്ന പിന്നെ നന്നായിരുന്നു. അതുപോലെ തന്നെ ചരണത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പിന്നെ കറക്റ്റായി. അത് ശ്രുതിയിൽ ബീജി കഴിയുമ്പോഴത്തേക്കും മനസ്സിൽ ശ്രുതി ഉണ്ടാവണം കേട്ടോ. അടുത്തത് തുടങ്ങാൻ പോകുന്നതിന്റെ ശ്രുതി മനസ്സിലുണ്ടാവണം, എന്നാലേ കറക്റ്റായിട്ട് തുടങ്ങാൻ പറ്റും. ഓക്കെ. പിന്നെ മാധുര്യം, ഉന്മാദം ഒക്കെ MJ അങ്കിൾ പറഞ്ഞു, അത് ആ ഒരു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം സൂപ്പറായിട്ട് പാടി. ഈ മലർ കന്യകൾ മാരൻ നേദിക്കും
പ്രേമമെന്ന തേനില്ലേ അതിൽ ഒരു തുള്ളി ഞാൻ പകർന്നു അതിൽ വെരി ഗുഡ്. താങ്ക് യു. ഈ പിന്നെ പല രീതിയിൽ പറയാലോ. ആ. പിന്നെ എന്ന് പറഞ്ഞാ അർത്ഥം. ഓ പിന്നെ ഓ പിന്നെ അങ്ങനെ പിന്നെ മതി. പിന്നെ ഞാൻ പറയാം. പിന്നെ എന്നിട്ടോ എന്നിട്ട് എന്നിട്ട് അതെന്താ അർത്ഥം? എന്നിട്ട് പിന്നെ ഓ പിന്നെ പിന്നെന്താ ദേഷ്യം? കാണാലോ ദേഷ്യം. പിന്നെ ആൻഷ്യസ് ആങ്ഷ്യസ് പല രീതിയിൽ പറയാലോ. അതെ അപ്പൊ ഈ പിന്നെ ഏതാണ്? ഈ പിന്നെ ഇത്രേ ഉള്ളൂ. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ എന്താ? അത് പാടുന്നതിന്റെ രീതിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അടുത്തത് പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ എന്നുള്ളത് ഞാനിങ്ങനെ ഓർക്കണം, ഗിരീഷേട്ടനായിട്ട് വർക്ക് ചെയ്തപ്പോ പിന്നെ എന്ന് ഗിരീഷേട്ടൻ ആദ്യത്തെ ലൈനിൽ എഴുതിയത്. പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി സ്വയം പറന്നിങ്ങോ പോയി. പിന്നെയും പിന്നെയും അങ്ങനെ പിന്നെ വെച്ചിട്ട് ഒരുപാട് പാട്ടുകളുണ്ട്. ആ. അപ്പൊ ഈ പിന്നെ ഒരു വേറെ പിന്നെയാണ്. അതെ. ആ പിന്നെ ഏത് രീതിയിലാണോ പിന്നെ പാടേണ്ടത് ആ രീതിയിലാണോ ഈ പിന്നെ പാടേണ്ടത്. ആ. അങ്ങനെയാണെങ്കിൽ ഈ പിന്നെ പാടിയതുപോലെ നമുക്ക് തോന്നുള്ളൂ പിന്നെ. ആ. ഓക്കെ. ബ്രെയിൻ ഫോഗ് അത് പോയിന്റ്. ബ്രെയിൻ ഫോഗ് അമൃതക്കുട്ടി എന്തോ എത്രയായിരിക്കും മാർക്ക്? എന്റെ അടുത്ത് ചോദിച്ചാ ഞാൻ 100 പറയൂ. പക്ഷെ 100? കുറച്ച് അങ്ങനെ പക്ഷെ പറയൂ. ഞങ്ങളൊക്കെ പറയാം. ഒന്ന് പറഞ്ഞേ. 100. ഓ പിന്നെ മൈനസ് 100 പറയാം. അതെ. പക്ഷെ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്താ തോന്നുന്നത്? എത്ര മൈനസ്. തരുന്ന തോന്നുന്നേ? എത്ര മൈനസ് ചെയ്യണം അത് പറഞ്ഞാൽ മതി. 99 ആണോ? ഓ പിന്നെ പിന്നെ 98. പിന്നെ പിന്നെ 97. ഓ ഓ പിന്നെ 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 96. താഴോട്ട് പോവാണോ? 97. പിന്നെ 98.5. പിന്നെ 25. പിന്നെ 98.75. യെസ് Yes. കറക്റ്റ്. So അമൃതക്കുട്ടി 98.75 out of 100. Thank you. ഞാനോദിയ വാക്കിലെല്ലാം പിന്നെ ഹാപ്പി അല്ലേ? Yes. ഹാപ്പിയാണ്. ഇന്നത്തെ നമ്മുടെ അപ്പോഴും കേട്ടില്ലേ പിന്നെ ഹാപ്പി അല്ലേ? അതെ ചേച്ചി. ഇന്നത്തെ നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ ആണ് അമൃതക്കുട്ടി കേട്ടോ. പിന്നെ ഞാനോദിയ അമൃതക്കുട്ടിക്ക് വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. Thank you, sir. Thank you. താങ്ക് യു മധോങ്കൾ. താങ്ക് യു അമൃതക്കുട്ടി. ബൈ. എന്തെന്തു മാധുര്യം. ആര്യ ചേച്ചി യെസ് നമുക്കൊരു ഡ്യുവറ്റ് പെർഫോമൻസ് കണ്ടാലോ? ഐ ആം ദ റെഡി. നമ്മൾ എപ്പോഴും റെഡിയാണ്. ഡ്യുവറ്റ് റൗണ്ടിന് വേണ്ടിട്ട് കാത്തിരിക്കുന്ന രണ്ടാൾക്കാരാണ് ഞാനും ആര്യ ചേച്ചിയും. ഞങ്ങള് പിന്നെയോ? അല്ല നിങ്ങൾക്ക് എല്ലാ റൗണ്ടും ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഞങ്ങൾക്കും ഡ്യുവറ്റ് റൗണ്ട് ഒക്കെ ഇഷ്ടമാ. കൂടുതൽ ഇഷ്ടമാണോ? ആ അതെ. ഏറ്റവും ഇഷ്ടമുള്ള പിന്നെ റൗണ്ട് കുറച്ച് ഏതാ? മുമ്പ് ഏറ്റവും ഇഷ്ടമുള്ള റൗണ്ട് സലിൽദ റൗണ്ടാന്ന് എന്നോട് പറഞ്ഞു. അതും ഇഷ്ടമാ. അത് കഴിഞ്ഞ ദിവസം. ഇത് പുതിയൊരു ദിവസമല്ലേ അത്? എനിക്ക് ഡുവറ്റ് പാടാനാണ് ഏറ്റവും ഇഷ്ടം. അത് നമുക്കൊരു ഡിബേറ്റ് പാടാൻ ജംഗിൾ. എന്നെ മോള് ഇഷ്ടം പോട്ടെ. അച്ഛാ എനിക്ക് തൊണ്ടയ്ക്ക് ഇത്ര സുഖയില്ല, കിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ജലദോഷം ഉണ്ടെങ്കിലേ ഫോൾസെറ്റോ ഒക്കെ വരുള്ളൂ. വരുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നവും കൂടെ ഉണ്ട്. നോക്കിക്കോ, ഈ ടോപ്പ് സിംഗർ സീസൺ 6 തീരുന്നതിന് മുമ്പേ അച്ഛനും മകളും കൂടെ ഇവിടെ ഒരു ഗംഭീര ഡ്യുവറ്റ് നടത്തും. കാക്കേ കാക്കേ. ആണല്ലേ? Yes. ആ ഫിനാലേക്ക് നടത്താം. ഓ കഴിഞ്ഞിട്ട് മതി ഫിനാലെ. ഇതിനി ആരൊക്കെ മറന്നാലും ഞാൻ മറക്കില്ല, ഓർമ്മിപ്പിക്കും. അതെനിക്കറിയാം. എനിക്ക് നല്ല അറിയാതെ. അമ്മാവന് കൂടെ ശരി ചേട്ടാ, നമുക്ക് സംഘഗാനം പാടാം. ഓ ശരി ശരി ഓക്കെ. സമൂഹ ഗാനം വരെ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഈ പാട്ട് പാടാം. ഊട്ടിപ്പട്ടണം. ശരി ആ പാടാം കേട്ടോ. ഓക്കെ. ഇപ്പൊ തൽക്കാലം നിങ്ങൾ വേറെ നല്ല രണ്ടുപേരെ വെച്ച് അപ്പൊ correct ആയിരിക്കും. അതെ. ഇപ്പൊ എന്റെ അത്ര നന്നായിട്ട് പാടില്ലെങ്കിലും ഒരു ആവറേജ് ഒക്കെ പാടുന്ന രണ്ടുപേരെ ഞാൻ വിളിക്കാൻ പോവാണ്. ഇനി വരാൻ പോകുന്നത് ഡിബേറ്റ് പെർഫോമൻസിന് വേണ്ടിയിട്ട് നമ്മുടെ സീസൺ 6 സാം കുട്ടനും നമ്മുടെ സാംസങ് സോണിയും പിന്നെ MJ ആംഗിളെ നമ്മുടെ സീസൺ 2 അസ്നക്കുട്ടിയാണ്. വിളിച്ചാലോ? ലെറ്റ്സ് വെൽക്കം നമ്മുടെ അസ്ന ആൻഡ് സാം സോണി ഓൺ സ്റ്റേജ്. ഹലോ ഹലോ ഹായ്. വെൽക്കം ബാക്ക്. വളരെയധികം സന്തോഷം. എസ്പെഷ്യലി നമ്മുടെ സാംസങ് സോണിയുടെ വന്നതല്ലേ? അതെ 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 അതെ. യെസ്. എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസ് സെഷൻ? നന്നായിട്ട് പോയി ചേച്ചി. നന്നായി പോയി. എങ്ങനെയുണ്ട് സാം? അടിപൊളിയാണ്. ആണോ? സാമേ ഇച്ചി എങ്ങനെയുണ്ട്? അത് പിന്നെ പറയണോ? അത് പിന്നെ പറയാന്നോ? അല്ല അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. സൂപ്പർ അല്ലേ? ആണല്ലേ? കോസ്റ്റ്യൂം നന്നായിരിക്കുന്നു. താങ്ക് യു. അതെ നല്ല മാച്ചിങ്. രണ്ടുപേരും കൂടെ മാച്ചാണ്, പരസ്പര സപ്പോർട്ടാണ് അതെ അതെ. അല്ലേ?
നിനക്ക് ധൈര്യം കാണുന്നുണ്ടല്ലോ. ഒരാൾ കൂടെ ഉള്ളത് കൊണ്ട് ഒരു അതെ 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 ആണല്ലേ? അതെ. ഒരു അസന ഓറയാണോ? ആണോ? ചേച്ചി കൂടെ ഉള്ളതൊരു ശക്തി അല്ലേ? അതെ അതെ. ദാറ്റ് ഇസ് വെരി ഗുഡ്. താങ്ക് യു. അപ്പൊ ഏത് പാട്ടാ? തിരുവാതിര തിരുനോക്കി. ആഹാ, ആ ഉഗ്രം പാട്ട്. രവീന്ദ്രൻ മാഷിന്റെ സംഗീതം. അതെ. അതാണ് ഗ്രാമീണ വേഷം. യെസ്, ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ വരികൾ. വരികൾ പാടിയത് MG അങ്കിളും രാധിക ചേച്ചിയും. അതെ. വർഷം 1998. 1998. സിനിമ കന്മദം. കന്മദം. യെസ്, എല്ലാരും മുണ്ടെടുത്ത് പരിചയമുണ്ടോ? കൊറേ പ്രാവശ്യം എടുത്തിട്ടുണ്ട് ഇവിടെ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എടുത്തു. വീട്ടിലെടുക്കാറുണ്ടോ? വീട്ടിലെടുത്തിട്ടില്ല. ഇല്ലേ? കെട്ടിയിട്ടിരിക്കുന്നത് വള്ളിയാണോ ബെൽറ്റാണോ? കെട്ടിട്ടില്ല. ഇത് മറ്റേ സ്റ്റിക്കറും ഉണ്ട്. ഓ, സ്റ്റിക്കർ മുണ്ടാണ്. വെൽക്രോ. അതാണ് ഇത്ര ധൈര്യം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നന്നായിട്ട് പാടട്ടെ കേട്ടോ. പാട്ട് കേൾക്കാം അല്ലേ? കലക്ക് രണ്ടുപേരും. ഓൾ ദി ബെസ്റ്റ്. All the best. താങ്ക് യു. പൊന്മണി നെന്മണി കൊയ്യാം മഴവിൽ കൈവള ചാർത്തിയ പെണ്ണിനെ വേളി കഴിച്ച നിലാവിനെ വരവേൽക്കാം. പഴമയിലൊരിയ പാട്ടുകളാ തിരുവാതിര തിരനോക്കിയ മിഴിവാർന്നൊരു ഗ്രാമം. നീരാടും നേരം പാടും കടവിൽ നീന്താം കുമ്പളത്തോടിയിലെ പോകാം. അല്ലിപ്പൂന്തേനുണ്ണും അണ്ണാനോടും കാറ്റോടും കഥ ചൊല്ലും കിളിയായി മാറാം. വെള്ളി വിളക്കിലണിഞ്ഞ കരിന്തിരി മിന്നി മിനുങ്ങാൻ എന്നെ ഒഴിക്കാം. പത്തരമാറ്റിലൊരുക്കിയെടുത്തൊരു ചിത്തിര മുത്തിനെ എങ്ങനെ വരവേൽക്കാം. തിരുവാതിര തിരനോക്കിയ മിഴിവാർന്നൊരു ഗ്രാമം. കസവാടകൾ ഞൊറി ചാർത്തിയ പുഴയുള്ളൊരു ഗ്രാമം. പകൽ വെയിൽ
വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു. സാംകുട്ടാ, എന്തോ? ഞാൻ ഇവിടെ ഇല്ലടേ. താങ്ക് യു. ഞാൻ എവിടെയാണെന്നറിയോ? എവിടെയാ? അങ്ങ് പഴയന്നൂരാ. പഴയന്നൂർ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ നാടാണ്. നാട്. ആ, അവിടെ നമ്മളെല്ലാവരും ഒന്നിച്ച് പാടുന്ന ഒരു ക്ഷേത്രമുണ്ട്, ആ, മായന്നൂർ അമ്മയുടെ. ആ. മായന്നൂർ കാവ്. മായന്നൂർ കാവിൽ പാവകൊത്തുന്ന കേട്ടില്ലേ ഒരു പാട്ടില്, 10 10 വെളുപ്പിന്. ആ, ആ, കേട്ടോ. അത് അവിടെയാണ്. അതാണ് ആ മായന്നൂർ അമ്മയാണ്. ആ, അതാണ് നമ്മുടെ ധർമ്മദൈവം എന്ന് പറയുന്നത്. അപ്പോൾ മായന്നൂർ കാവും അവിടെ കൊണ്ടാഴി ദേശവും അതൊക്കെ അവിടുത്തെ നല്ല നല്ല എൻ്റെ സഹോദരി സഹോദരന്മാരും അങ്ങനെ മിഴിവാർന്ന ഒരു ഗ്രാമമാണ്. അതെ. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആണ്. സംകട്ടാ പറ്റുമെങ്കിൽ നമുക്ക് ഒരിക്കൽ പോകാം കേട്ടോ. മീനുട്ടി കൊണ്ടുപോട്ടോ. കൊണ്ടുപോകണം. ഒരു തവണ മീനുട്ടി അവിടെ ആങ്കർ ചെയ്യിപ്പിക്കാം. ആയിക്കോട്ടെ. സാം കുട്ടനെ അസ്നയും കൂടെ കൊണ്ടുപോകും. ഓ, അയ്യോ ഞാനും വരുന്നു. ആര്യ തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ പാടാം. ആ, യെസ്. നമ്മുടെ ക്യാമറ ടീമും കൂടെ വരും. അപ്പൊ അടുത്ത മാർച്ചിൽ നമുക്ക് അവിടെ പോയി നമുക്ക് പോവാം. ഗാനമേള നടത്താം. Yes. അതെ. എന്തേ? ഓക്കെ. Done. ആ Done. അപ്പൊ ഈ പാട്ടിലൂടെ മായന്നൂർ അമ്മ ഇവിടെ വന്ന പോലെ ഉണ്ട്. ആ, ഭയങ്കര സന്തോഷമായി. താങ്ക് യു. അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇവിടെ ഇല്ല, ഈ പാട്ടിലില്ല, ഞാൻ അവിടെയാണ്, മായന്നൂരാണ് എന്ന് Thank പറഞ്ഞത് you. കേട്ടോ. ഉം. ആ അസ്ന, എന്ത് സർ? ആ എപ്പോഴും കേൾക്കുന്ന പോലെ തന്നെ വളരെ നന്നായിരുന്നു. ആയിക്കോട്ടെ. മാത്രമല്ല ഇന്നത്തെ കോസ്റ്റ്യൂം സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാ രീതിയിലും നമ്മുടെ മോന് സപ്പോർട്ടായി, അതൊരു വലിയ കാര്യമാണ്. അതെ. ആ അപ്പൊ ചേച്ചിയും അനിയനും കൂടെ നിന്ന് പാടുന്ന ഒരു ഭയങ്കര സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയും കൂടെ ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ തന്നെയുള്ള അങ്ങനെയുള്ള ഗ്രാമങ്ങളിലാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ചേച്ചി അനിയനൊക്കെ ഉള്ളത് അല്ലേ? ആ, നമുക്ക് മലയാളത്തിൽ ഈ നാട്ടുകഥ എന്ന് പറയുന്ന നാടിന്റെ കഥ പറയുന്ന സിനിമകള് നമുക്ക് കുറഞ്ഞുപോയി. അതെ 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 അതെ. ഒരു സമയത്ത് സത്യനന്ദിൻ കാട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അല്ലെ? അതെ, അതെ. അങ്ങനത്തെ ഫിലിംസ് ഒക്കെ നമുക്ക് വളരെ ആ ഗ്രാമത്തിന്റെ വിശുദ്ധി ഉള്ള അല്ലെ, ഒരു കൊന്നപ്പൂവിന്റെ മണവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു നാള് പോലെയാണ്. അപ്പോ നമ്മുടെ സാംസങ് കുട്ടൻ പാടിയത് ചില സ്ഥലത്തൊക്കെ എക്സ്ട്രോണറി ആയിരുന്നു. Yes. താങ്ക് യു. അത് പറയാതിരിക്കാൻ പറ്റൂല. എന്താ വെച്ചാ നീ അത് മനസ്സിലാക്കുന്നുണ്ട്, താങ്ക് യു. അതാണ് സബ്സ്റ്റൻസ് വരാൻ തുടങ്ങി. താങ്ക് യു. അത് ഒരു ഇൻക്രെഡിബിൾ ഇംപ്രൂവ്മെന്റ് ആയിട്ട് അങ്കിളിന് തോന്നുന്നുണ്ട്. താങ്ക് യു. മാലേക്കാവിലെ പൂരം കാണാം, പഞ്ചാരിക്കൂറിൽ കൊട്ടും താളം കേൾക്കാം. കുടകപ്പൂ പാലക്കൊമ്പിൽ കുമ്പനിലാവിൽ കുടിവെക്കും ഗന്ധർവനെ നേരിൽ കാണാം. തിങ്കൾ പ്രാവിനു തീറ്റ കൊടുക്കാൻ താരപ്പൊന്മണി നിൻമണി കൊയ്യാം. മഴവിൽ കൈവള ചാർത്തിയ പെണ്ണിനെ വേളി കഴിച്ച നിലാവിനെ വരവേൽക്കാം. എങ്ങനെയാണ് വേണ്ടത്, ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, എത്ര ശബ്ദം കൊടുക്കണം ഓരോ കാര്യങ്ങൾക്കും. മോഡുലേഷൻ എന്ന് പറയുന്നില്ലേ, അതെ അതെ. മോഡുലേഷൻ, ഡൈനമിക്സ്, സംഗതിയുടെ ക്ലാരിറ്റി. ആ, അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർമ്മകളെ കൈവള ചാർത്തി പാടിയപ്പം MJ സാർ പറഞ്ഞേ മോഡുലേഷൻ ശ്രദ്ധിക്കണമെന്ന്. ആ. മധു സാർ പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞേ അടുത്ത പ്രാവശ്യം വരുമ്പോ ശരിയാക്കാം. ആ ഇപ്രാവശ്യം ഞാൻ മോഡുലേഷൻ യെസ്, ശ്രദ്ധിച്ചിട്ട് പാടി. വ്യത്യാസമുണ്ട്. മിടുക്കൻ. சாம்சங் சோனி வந்து 1 வாட்டி சொன்னா 100 வாட்டி சொன்ன வாய், അത് മാറിയില്ല. അതെ അതെ. ആമാ, ആ നാടോടി കഥ പാടും നന്ദുണിയിൽ തുയിലുണരുന്നു. ആ, സുന്ദരമായിരുന്നു. പകൽവെയിൽ പാണന്റെ തുടിയിൽ പതിരില്ല പഴമൊഴിച്ചിമിഴ്. നാടോടി കഥ പാടും നന്ദുണിയിൽ തുയിലുണരുന്നു. പിന്നെ താളം കേൾക്കാന്ന് പാടിയില്ലേ, ആ, അവിടെ മാത്രം ഒരു മോഡുലേഷൻ കൊടുത്തില്ലേ? ആ, അതെ. ആ. അറിഞ്ഞോണ്ട് കൊടുത്തല്ലേ? ആ, അതെ അതെ. അതിവിടെ അറിഞ്ഞിരിക്കണോ? ആ, അത് സുന്ദരമായിരുന്നു. താങ്ക് യു. ആ പിന്നെ കുരവേടും ഒരു കുയിൽ മൊഴിയായി, ആ, അത് സൂപ്പറായിരിക്കണു. താങ്ക് യു. ആ അവിടെ മധു അപ്പൊ ആഹാ എന്ന് പറയുന്നത്. മധു സാധാരണ മധു അത്രയും ആനിമേറ്റഡ് അല്ല എന്ന് പറഞ്ഞാൽ ഇത് ഇഷ്ടപ്പെടുന്നത് കാണിക്കാറില്ല, ഉള്ളിൽ കാണുമായിരിക്കും. പക്ഷെ ഇന്ന് ഭയങ്കര ആനിമേഷൻ ആയിരുന്നു. അതെ അതെ. അത് അത്ര ഇഷ്ടപ്പെടുമ്പോഴാ പുറത്തേക്ക് വരിക. അതെ. ആ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഭയങ്കര റിയലി അവിടെ എത്തിയാൽ മാത്രമേ മധു അത്തരത്തിൽ പ്രതികരിക്കുള്ളൂ. അങ്ങനെ അത് സത്യമാണ്, അത് ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ വേളിപ്പെണ്ണ് എന്ന് പാടിയത് മാത്രമാണ് എനിക്കൊരു സംശയമുള്ളത്. അതുപോലെ 1-2 സംഗതികൾ വലിയ സ്ലിപ്പല്ല, ചെറുത് ഉണ്ട്. ഓ, പക്ഷെ ആ സ്ലിപ്പുകളൊക്കെ എനിക്ക് തോന്നുന്നത് നിന്റെ എഫേർട്ടുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, എഫേർട്ട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ സ്ലിപ്പ് അങ്ങ് താഴെയാ. അതെ, അതെ. പാതാളത്തില. ഉം. അപ്പൊ അതൊന്നും വലുതായിട്ട് കൺസിഡർ ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായമുള്ളത്. ഓ, പിന്നെ ഞാനും ആ അഭിപ്രായത്തോട് യോജിക്കുന്നു. പിന്നെ ആദ്യത്തെ വരി പാടിയപ്പോഴത്തേക്കും ഒരു പ്രത്യേക ബോഡി ലാംഗ്വേജ് ഉണ്ടായിരുന്നു. ആ. അതൊന്ന് പാടാമോ? തിരുവാതിര തിര നോക്കിയ മിഴിവാർന്നൊരു ഗ്രാമം. അതുപോലെ തന്നെ ചെയ്തു. അതെ അതെ അതെ. ഓരോന്നും എടുത്തു പറയാണ്. ഞാൻ കുറച്ച് എക്സാജറേറ്റ് ചെയ്തു കേട്ടോ, പക്ഷെ അത് രസം ഉണ്ടായിരുന്നു കേട്ടോ.
ഇങ്ങനെ എടുത്തു പറയുന്നവരെ, ടു ദ പോയിന്റ്, പഠിപ്പിച്ചു കൊടുക്കുന്നവരെ. ഇങ്ങനെ ഒരു തിരുവാതിര തിരം നോക്കിയ മിഴിവാർന്നൊരു ഗ്രാമം എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നവർ. വെരി ഗുഡ്. കാണാൻ രസമുണ്ടായിരുന്നു. ചേച്ചിക്ക് കൊടുക്കൽ വാങ്ങൽ പോലെ കൊടുത്തതാ. ആർക്ക് കൊടുത്ത്? Duet ആയതുകൊണ്ട് അല്ലേ? പക്ഷെ അത് നേരാണല്ലോ കൊടുത്തത്, ഇങ്ങോട്ടല്ലോ കൊടുത്തത്. അങ്ങോട്ട് ഇരുന്ന കോൺസെൻട്രേഷൻ പോകും, അതുകൊണ്ട് നേരെ ക്യാമറ അപ്പൊ ചേച്ചിക്ക് കൊടുത്തതാണിത്. നല്ല പണിയായി പോയി. സാംകുട്ടാ, എന്തൊരു ബ്രെത്ത് വർക്ക് ആയിരുന്നു ഇന്ന് കാണിച്ചത്. അയ്യോ, ഞാൻ കണ്ടു. ഞാൻ മധുചേട്ടന്റെ അടുത്ത് ഇങ്ങനെ പറയാം, അതായത് ശ്വാസം പിടിച്ച് നിൽക്കുന്നുണ്ട്, ഒറ്റ ശ്വാസത്തിൽ പാടാൻ പോവാന്ന് എനിക്ക് തോന്നുന്നു. അത് ആദ്യമേ ആര്യ കാണിച്ചു തുടങ്ങി. ശ്വാസം പിടിച്ചിങ്ങനെ ഞാൻ നോക്കുമ്പോ ഇങ്ങനെ നിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു, മച്ചേട്ടാ ശ്വാസം പിടിച്ച് നിക്കുന്നുണ്ട്, ഇപ്പം അടിപൊളിയായിട്ട് പാടാൻ പോവാ. അതുപോലെ കിടിലനായിട്ട് നീ പാടിയടാ. കുടിവെക്കും ഗന്ധർവനിലേരിൽ കാണാം തിങ്കൾ പ്രാവിൽ തീറ്റ കൊടുക്കാൻ താരപ്പൊന്മണി നിന്മണി കൊയ്യാം മഴവിൽ കൈവള ചാർത്തിയ പെണ്ണിനെ വേളി കഴിച്ച നിലാവിൽ. അതുപോലെ ചരണത്തിന്റെ എൻഡിലും നല്ല രസമായിരുന്നു കേൾക്കാൻ വേണ്ടി. കേട്ടോ, ഒരു പ്രത്യേക ഓറ ഇന്ന് സാംകുട്ടൻ, ഒരു പ്രത്യേക ഓറ. ആ ഓറ എഫേർട്ടിൻ്റെതാണ്. സാംകുട്ടൻ ഓരോ പാട്ടിലും കൊടുക്കുന്ന ആ ശ്രദ്ധയില്ലേ, ആ ശ്രദ്ധയ്ക്ക് ഒരു ബിഗ് 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 റൗണ്ട് ഓഫ് അപ്ലോസ്. കേട്ടോ, മിടുക്കൻ. ഓൾ ദി ബെസ്റ്റ്. ആൻഡ് അസ്ന, താങ്ക് യു സോ മച്ച് കേട്ടോ. യു ഹാവ് എ ബ്യൂട്ടിഫുൾ വോയിസ്. എന്താ പറയാ, എനിക്കൊക്കെ കൊതിയാണ് ഇങ്ങനത്തെ ശബ്ദം. താങ്ക് യു സോ മച്ച്. അസ്നക്കുട്ടി, സാംകുട്ട, രണ്ടുപേരും പാടുന്നത് കാണാനും ആ കോസ്റ്റ്യൂമിൽ ഇങ്ങനെ നിന്നിങ്ങനെ പാടുന്നത് കാണാൻ നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാട്ടിനും നല്ല ഐശ്വര്യം ഉണ്ടായി. നന്നായിരുന്നു. നല്ല അടിപൊളിയായിട്ട് രണ്ടുപേരും പാടി. ഉഗ്രനായിരുന്നു. സാംകുട്ട, ഈ ഇംപ്രൂവ്മെന്റ് കാണുമ്പോൾ വളരെ വളരെ സന്തോഷം തോന്നുന്നു. ഈ കഴിഞ്ഞ തവണ പറഞ്ഞ മോഡുലേഷന്റെ കാര്യമൊക്കെ അത് ശ്രദ്ധിച്ച് അതിനുവേണ്ടി ട്രൈ ചെയ്ത് ഇന്നിപ്പോൾ ഇവിടെ ഒന്ന് പാടിയപ്പോൾ അതിന്റെ വ്യത്യാസം കാണുന്നുണ്ട്. അതിനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കാം. വെരി ഗുഡ്. അപ്പൊ എനിക്ക് തുടക്കം മുതൽ അവസാനം വരെ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ മുഖത്തും ഒരു പ്രസാദമുണ്ട് കാണാൻ. ചേച്ചി ഉള്ളതുകൊണ്ടാ കോൺഫിഡൻസ് കൂടി. അതെല്ലാരും പറയുന്നുണ്ട് കേട്ടോ. ഡ്യുവറ്റ് റൗണ്ടില് കൂടെ ഒരാളുണ്ടാവുമ്പോ ഭയങ്കര ധൈര്യമാന്ന് പറയുന്നുണ്ട്. പക്ഷെ എല്ലാ പാട്ടും നമുക്ക് ഡ്യുവറ്റ് ആക്കാൻ പറ്റില്ലല്ലോ. ഇന്നലെ റുജ്വൽ കുട്ടൻ പറഞ്ഞ പോലെ സൈഡില് നിന്നാ മതി അടുത്ത പാട്ടിന്. കുറച്ച് പടം വന്നു. പിന്നെ ആര്യ ചേച്ചി, ഒരു കംപ്ലൈന്റ് ഉണ്ട്. എന്താണ് എന്നോട് പറഞ്ഞു? ആര്യ ചേച്ചി അന്ന് കഴിഞ്ഞ പാട്ടിന് എനിക്ക് 100 അടിച്ചപ്പം ലില്ലി വൈറ്റ് കൊണ്ടുവന്ന് എന്നെ കെട്ടിപ്പിടിച്ചില്ലേ. അപ്പൊ റിജല് പറയുവാ, ഞാൻ ഈ ടോപ്പ് സിംഗർ വിട്ട് ഇന്ന് പോവാ, എന്നെ ആര്യ ചേച്ചി എന്നെ മാത്രം കെട്ടിപ്പിടിക്കും. അയ്യോടാ, കെട്ടിപ്പിടിക്കണം. ഉറപ്പായിട്ടും അവനെ കെട്ടിപ്പിടിക്കും അടുത്ത പ്രാവശ്യം. മോശമായി പോയി ആര്യത്. അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത്. ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ അങ്ങോട്ട് മറന്നു. കാരണം ഞാൻ അതിന്റെ ആ ഇംപ്രൂവ്മെന്റ്, ആ ടഫായിട്ടുള്ള പാട്ടാണ്, ആ ബ്രത്ത് കൺട്രോളിൽ അതും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാണ്. കാരണം അത് ടഫാണ് അത്രയും പാടിയൊപ്പിക്കാന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങോട്ടേക്ക് വലിയൊരു ഫ്രേസ് ആണത്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു രണ്ടുപേരെയും. സാംകുട്ട, മാർക്ക് ആര് പറയണം? MJ സർ പറയണോ, ഞാൻ പറയണോ, മധു അങ്കിള് പറയണോ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് എന്നാലും പറഞ്ഞോ. MJ സാറെ ടൂറ് കൊണ്ടുപോന്നൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ട് MJ സാർ ആയിക്കോട്ടെ. ഞാൻ മാർക്ക് പറയണെങ്കിൽ സ്ഥിരമായിട്ട് ടൂറിനുണ്ടോ? ഞാൻ പറയട്ടെ മാർക്ക്. ഒരു പ്രത്യേക മാർക്കാണ്. എത്രയായിരിക്കും? 110 - 10 out of 100. 100. Yes, it is 100 on 100 for Samsung Sony today. Thank you. ഒരു മധുരമഴ. അസ്നയ്ക്ക് 700 800. ആണോ? സ്വന്തം സീസണിൽ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ ഇത്രയും മാർക്ക്. കിട്ടിയിട്ടില്ല. അതെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. പെർഫോമർ ഓഫ് ദി ഡേ കൊടുക്കണ്ടേ മീനൂട്ടാ നമുക്ക്? അപ്പോ പെർഫോമർ ഓഫ് ദി ഡേ ആണോ കൊടുക്കണ്ടേ നമുക്ക്? ഓ, ഞാൻ അറിഞ്ഞില്ല. നമുക്ക് കൊടുക്കണം. യെസ്. അപ്പൊ ആരാ വരണ്ടേ? ഞാൻ പറയാം, ഒരു കാര്യം ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയാം MJ സർ, നമുക്ക് അസ്നനെ കൊണ്ട് കൊടുപ്പിക്കാം. അസ്ന കൊടുക്കട്ടെ ഈ പ്രാവശ്യം. ഓക്കെ, ചേച്ചിയുടെ സപ്പോർട്ട് ഉണ്ടല്ലോ, നന്നായിട്ട് പാടുന്നു. സാംകുട്ടന് ലില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. അപ്പൊ രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ചാർത്തിയ പുഴയുള്ളൊരു ഗ്രാമം. പുതിയ പാട്ടുകൾ, ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകാർ, ഇവരെല്ലാവരുമായിട്ട് ടോപ്പ് സിംഗർ ടീം നാളെ ഇതേ സമയം വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.